ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് വർക്കിന് വന്നേക്കുന്ന ഒരു സ്വിഫ്റ്റാണ്. അപ്പം നമുക്ക് ഈ വണ്ടി വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്റീരിയറിൽ വിനൈൽ മാറ്റ് ഒട്ടിക്കാൻ വേണ്ടി വന്ന വണ്ടിയാണ്. പക്ഷെ അത്യാവശ്യം വർക്കും കാര്യങ്ങളും വണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിന് വന്നിട്ട് തായ്വാൻ്റെ സ്പോർട്സ് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വന്നിട്ട് ZI+ ടോപ്പ് എൻഡ് മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലോയ്സ് കയറിയിട്ടുണ്ട്. അലോയ്സ് 15 അലോയ്സ് ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട വീൽസ് വന്നിട്ട് GTR Proൻ്റെ 17 ഇഞ്ച് വീൽസാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ടയറാണെങ്കിലും മെഷലിൻ്റെ ടയറാണ്. ടയർ സൈസ് വന്നിട്ട് 205, 45, 17 ടയർ സൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷോ ഉള്ള മോഡലാണ് ഇത്. ഇപ്പം പൊതുവെ എല്ലാ വണ്ടിയിലും ആഡ് ചെയ്യുന്ന ഒരു മോഡലാണിത്. പിന്നെ സൈഡ് സ്കർട്ടിങ് ചെയ്തിട്ടുണ്ട്. അത് സ്പോർട്സ് കിറ്റിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വന്നിട്ടാണെങ്കിൽ സ്പോർട്സ് കിറ്റിൻ്റെ ബാക്ക് ഭാഗം വന്നിട്ട് 2 ടിപ്പ് വരും, സൈലൻസർ ടിപ്പ് വരും. പിന്നെ സെൻറ്ററിൽ ഒരു സ്പോർട്സിൻ്റെ ബാഡ്ജോട് കൂടിയുള്ള ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോക്ക് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ അങ്ങനെ വലിയ വർക്ക് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഫുള്ള് ഇൻറ്റീരിയലെല്ലാം അഴിച്ചിട്ടേക്കുക, സീറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ടേക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ പുറമേയുള്ള വീഡിയോ എടുത്തേക്കുന്നത്. നമുക്ക് ഫോഗ് ലാമ്പ് വന്നിട്ട് ഡബിൾ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തേക്കുന്നത്. 3 കളർ വരുന്നുണ്ട്, ഡബിൾ കളർ വരുന്നുണ്ട്. ഇത് ഡബിൾ കളറാണ്. ഇപ്പോൾ വൈറ്റ് ആണ് കത്തിയേക്കുന്നത്, ഇനി യെല്ലോ എത്തും. അങ്ങനെ ഡബിൾ കളറാണ് ഇതിന് വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിന് വേണ്ട DRLും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്, ടോപ്പിൻ്റെ ആണ്. പിന്നെ അത്യാവശ്യം ഇത്രയും വർക്കും കാര്യങ്ങളാണ് പുറമേ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ.